ഹബീബായ നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ സഹാബികൾക്ക് വല്ലാത്ത ആശങ്കയായി, ഒരു അസ്വസ്ഥത, ഒരു ബേജാറ് കൂട്ടത്തിൽ. ഫഖാമ മുഹ്താജ്, ഒരു യാചകൻ എഴുന്നേറ്റ് നിന്നു. അല്ലാഹുവിന്റെ റസൂല്, നിങ്ങളിൽ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെന്താണ് നന്ദി ചെയ്തതെന്ന് അള്ളാന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാകും, ശ്രദ്ധിക്കണേ എന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ സഹാബികൾക്ക് ബേജാറായി. കൂട്ടത്തിൽ ഒരു യാചകൻ എഴുന്നേറ്റ് നിന്നു. അയാള് റസൂലുള്ളാഹിന്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, എന്താ സഹോദര എന്താണ് ഈ നോട്ടം? ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയേ, ഞാൻ എഴുന്നേറ്റ് നിന്നത് ഒരു കാര്യമറിയാനാണ്. എന്താണ് എനിക്ക് അറിയേണ്ടതെന്നല്ലേ? ഹൽ അലയ്യ മിൻ നിഅമതി യാ റസൂലല്ലാഹ്. നബിയേ, എന്നോട് ചോദിക്കാൻ അല്ലാഹു എനിക്ക് വല്ല നിഅമത്തും ചെയ്തു തന്നിട്ടുണ്ടോ? ഇതാണ് എനിക്കറിയാനുള്ള കാര്യം. നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരോടും എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന്. നബിയേ, എന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? ഞാനൊരു രോഗിയാണ്, നിത്യരോഗിയാണ്. ജോലിക്ക് പോകാൻ എനിക്ക് കഴിയില്ല. പലപ്പോഴും ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ കിടപ്പാണ്. അങ്ങനെ എത്രയോ ദിനരാത്രങ്ങൾ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയാണ്. നബിയേ, എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം തോന്നിയാൽ മെല്ലെ പതുക്കെ വീട്ടിൽ നിന്നിറങ്ങും, അന്യ മനുഷ്യരുടെ മുന്നിൽ ചെല്ലും, കൈ നീട്ടും. കനിഞ്ഞ് അവര് വല്ലതും തന്നാൽ എനിക്കും കുടുംബത്തിനും വിശപ്പടക്കാം, അല്ലെങ്കിൽ ഞാനും കുടുംബവും പട്ടിണിയാ. ഇങ്ങനെ എത്ര ദിനരാത്രങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഇതാണ് എന്റെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് നബിയെ, എനിക്കറിയേണ്ട കാര്യം, ഹൽ അലയ്യ മിൻ നിഅമതി യാ റസൂലല്ലാഹ്. എനിക്ക് ചോദ്യം ചെയ്യപ്പെടാൻ അല്ലാഹു വല്ല നിഅമത്തും തന്നിട്ടുണ്ടോ? ഉടനെ ഹബീബായ നബി തങ്ങളാ യാചകനോട് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഉണ്ട് സഹോദര, ഉണ്ട്. ഏതാണ് നബിയെ? ഹബീബ് പറഞ്ഞു, വല്ലില്ലു വന്നഇലാനി വൽമാഉൽ ബാരിദ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അല്ലില്ലു, നിങ്ങൾ അനുഭവിക്കുന്ന തണലുണ്ടല്ലോ, മരത്തിന്റെ തണൽ. യാചിക്കാൻ പോകുന്ന സമയത്ത് മരത്തിന്റെ തണലിൽ നിന്ന് നിങ്ങൾ വിശ്രമിക്കാറില്ലേ? അതാരെന്നതാ? അള്ളാഹു തന്നതല്ലേ? അപ്പൊ ആ കാര്യത്തിൽ ചോദ്യം ഉണ്ടാവും. അതിനെന്താ നന്ദി ചെയ്തത്? മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ധരിച്ചു നടക്കുന്ന ചെരുപ്പില്ലേ, ചെരുപ്പില്ലാതെ നട്ടുച്ച നേരത്ത് യാചിക്കാൻ സഹോദര നിങ്ങൾക്ക് നടക്കാൻ കഴിയോ? അത് അള്ളാഹു തന്നതല്ലേ? എന്താണ് അതിന് നന്ദി ചെയ്തത്? ചോദ്യമുണ്ടാകും. യഥേഷ്ടം നിങ്ങൾ കുടിക്കുന്ന പച്ചവെള്ളമുണ്ടല്ലോ, ആ വെള്ളം എവിടെന്ന് കിട്ടിയതാണ്? ആര് സംവിധാനിച്ചതാണ്? എത്ര റാഹത്തായാണ് നിങ്ങളത് കുടിക്കുന്നത്? ആ കാര്യത്തിലും കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് നന്ദി ചെയ്തതെന്ന് ചോദ്യമുണ്ടാകുമെന്ന് ആ യാചകനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം